എവരിവൺ. വെറും പേടിസ്വപ്നങ്ങളായി അല്ലാതെ ആത്മാക്കളെ സുഹൃത്തുക്കളായി കണ്ട ചില മലയാളം സിനിമകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 1992 കമൽ സംവിധാനം ചെയ്ത് മുകേഷ് നായകനായ ആയുഷ്കാലം എന്ന സിനിമയിൽ ജയറാം അവതരിപ്പിച്ചത് അങ്ങനെ ഒരു കഥാപാത്രത്തെയായിരുന്നു. കോമഡിയും സസ്പെൻസും നിറഞ്ഞ ഈ ചിത്രത്തിലെ ജയറാം മുകേഷ് കോംബോ രംഗങ്ങളെല്ലാം വളരെ മനോഹരമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അടുത്തതായി 2004 ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രമാണ്. ഹൊററും സസ്പെൻസും കോമഡിയും ഒക്കെ നിറഞ്ഞ ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ശ്രീകുമാർ എന്ന കഥാപാത്രത്തിന്റെ സഹയാത്രികയായി കൂടെ കൂടുന്നത് നയൻതാരയെ അവതരിപ്പിച്ച റീത്ത എന്ന ആത്മാവാണ്. 2004 സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് അപരിചിതൻ. ഇതിലെ നായികമാർക്ക് കൂട്ടായത് അമിതമായി മദ്യപിക്കുന്ന, പെരുമാറ്റത്തിൽ ദുരൂഹതകൾ ഉണർത്തിയ മമ്മൂക്ക അവതരിപ്പിച്ച രഘുറാം എന്ന കഥാപാത്രമാണ്. ഓജോ ബോർഡ് എന്ന ആശയം മലയാള സിനിമയിൽ ആദ്യമായി വലിയ രീതിയിൽ ചർച്ചയാക്കിയത് ഹോളിവുഡ് ശൈലിയിൽ ചിത്രീകരിച്ച ഈ സിനിമയിലാണ്. 2025 അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സർവം മായയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ അവസാനത്തേത്. തന്റെ വ്യക്തിത്വമോ ഭൂതകാലമോ പോലും ഓർമ്മയില്ലാത്ത റിയ ഷിബുവിന്റെ ഡെലുലു എന്ന കഥാപാത്രം നിവിൻ പോളി അവതരിപ്പിച്ച പ്രഭേന്ദു എന്ന കഥാപാത്രത്തിന് ഒരു ഉറ്റ സുഹൃത്തും വഴികാട്ടിയുമായി മാറുകയാണ് ഈ ചിത്രത്തിൽ.